നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചതച്ച മുളകും കുടംപുളിയും ചേർത്ത് വെള്ളച്ചുട പേര് പറ്റിച്ചാലോ? അതിനായി വെട്ടിക്കഴുകി വൃത്തിയാക്കിയ 300 ഗ്രാം വെള്ളച്ചുട ഞാനിവിടെ എടുത്തു വച്ചിട്ടുണ്ട്. ഇതിന് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് അരമുറി തേങ്ങാപ്പീരയും 1 ടേബിൾ സ്പൂൺ ചതച്ച മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 15 അല്ലി ചുവന്നുള്ളിയും 4 അല്ലി വെളുത്തുള്ളിയും കൂടെ എടുത്തു വച്ചിട്ടുണ്ട്. വേറൊരു പാത്രത്തിൽ 4 ചെറിയ കഷ്ണം കുടംപുളി ചെറു ചൂടുവെള്ളം ഒഴിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇവയെല്ലാം കൂടി നമുക്ക് കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് ഞെരടി യോജിപ്പിച്ചെടുക്കണം. അതിനായി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും ആവശ്യത്തിന് ഉപ്പും പുളിവെള്ളവും കൂടെ ഒഴിച്ച് നല്ലതുപോലെ കൈകൊണ്ട് ഞെരടി യോജിപ്പിച്ചെടുക്കാം. ഈ അരപ്പ് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന മീനിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്യാം. സ്റ്റൗ കത്തിച്ച് ചെറുതായി തിളച്ച് വരുന്നിടം വരെ തുറന്നു വെച്ച് തീ കത്തിക്കാം. തിളച്ച് വരുമ്പോൾ ഒരു 5 മിനിറ്റ് അടച്ചു വയ്ക്കാം. ഇടയ്ക്കൊന്ന് അടപ്പ് തുറന്ന് ഇളക്കി കൊടുക്കണം. ഒന്ന് അടപ്പ് തുറന്ന് നോക്കാം. ചാറൊക്കെ പറ്റി വരുന്നുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി നോക്കാം. രണ്ട് 3 മിനിറ്റ് നേരം നമുക്ക് തുറന്ന് വെച്ച് വേവിച്ചെടുക്കാം. ഈ മീനിൻ്റെ ഒരു ബാഡ് സ്മെല്ല് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് തുറന്ന് വെച്ച് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്കൊന്ന് അടച്ചു വെച്ച് 2-3 മിനിറ്റും കൂടെ വേവിച്ചെടുക്കാം. നമുക്കൊന്ന് അടപ്പ് മാറ്റി നോക്കാം. വെള്ളമൊക്കെ പറ്റി വന്നിട്ടുണ്ട്. ഇളക്കി നോക്കാം. അല്പം വെള്ളം കൂടെ വറ്റി വരാനായിട്ടുണ്ട്. അല്പനേരം കൂടി നമുക്ക് തുറന്നു വെച്ച് തീ കത്തിച്ച് കൊടുക്കാം. വെള്ളം നന്നായി വറ്റി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി നോക്കാം. കറി റെഡിയായോ എന്നൊന്ന് നോക്കിയാലോ? മീനൊന്നും പൊടിയാതെ നമുക്ക് മീൻ പീര വറ്റിച്ചത് കിട്ടിയിട്ടുണ്ട്. നമുക്കിങ്ങനെ സ്റ്റൗ ഓഫാക്കാം. ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നമുക്കിത് അടച്ചു വെക്കാം. രണ്ട് 3 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് തുറന്നു നോക്കാം. നമ്മുടെ സ്വാദിഷ്ടമായ മീൻ പീര വറ്റിച്ചത് റെഡിയായിട്ടുണ്ട്.